ദിവ്യ, ഒരു മണിക്കൂർ നീണ്ട ഒരു സമരത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ സെക്രട്ടറി ഉൾപ്പെടെയുള്ള SFI സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ഒരു മണിക്കൂർ നീണ്ടുനിന്ന സംഘർഷ സമരത്തിനൊടുവിലാണ് ഇത്തരത്തിൽ പോലീസ് SFIയുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പൊതുവെ ഇത്തരത്തിൽ സർവകലാശാലയിലെ ഒരു സമരമുണ്ടാകുമ്പോൾ, ഒരു പ്രതിഷേധമുണ്ടാകുമ്പോൾ ഗേറ്റ് വരെ ആയിരുന്നു ആ സമരം എത്തി നിൽക്കാറ്. പക്ഷേ ഇന്ന് ഗേറ്റ് കടന്ന് ബാരിക്കേഡുകൾ മറിച്ചിട്ട് SFI പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ചേംബറിലേക്ക് വരെ എത്തുന്ന ഒരു രീതിയിലുള്ള അത്രയും വലിയൊരു സമരമായിരുന്നു, സംഘർഷമായിരുന്നു ഉണ്ടായത്. വലിയ രീതിയിൽ പോലീസുമായിട്ട് ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. ഇതിനെ തുടർന്ന് SFI സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. എങ്കിൽ പോലും സർവകലാശാല ഒട്ടും ശാന്തമായിട്ടില്ലെന്ന് വേണം പറയാൻ. ഇപ്പോഴും ഇവിടെ പ്രവർത്തകർ കൂടി നിൽക്കുന്നുണ്ട്. ഏത് നിമിഷവും മറ്റൊരു പ്രതിഷേധത്തിലേക്ക് ഉണ്ടാവാം. ഗവർണർക്കും വൈസ് ചാൻസലർക്കുമെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്നാണ് ഇവിടെ SFI പറഞ്ഞു വെക്കുന്നത്. മറ്റന്നാൾ രാജ്ഭവനിലേക്കും SFI പ്രതിഷേധം സംഘടിപ്പിക്കും, മാർച്ച് സംഘടിപ്പിക്കും. ഇതേ തരത്തിൽ വലിയ രീതിയിൽ ഗവർണർക്കും വൈസ് ചാൻസലർക്കുമെതിരെ പ്രതിഷേധം തുടരാനാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. ഈ സർവകലാശാല ആസ്ഥാനത്ത് MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിരുന്നു. അതുപോലെ തന്നെ SFI നേതാവ് P സഞ്ജീവ് ഇവിടെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിലൊക്കെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഗവർണർ ഒരു സർവകലാശാലയെ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർവകലാശാലയെ നശിപ്പിക്കാനുള്ള ഒരു തിട്ടൂരവും നടക്കില്ലെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. SFI തുടർന്നും പ്രതിഷേധം തുടരും. മറ്റന്നാൾ രാജ്ഭവനിലേക്കും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുവാനാണ് SFI മുതിരുന്നത്. ദിവ്യ, എന്തായാലും സനിസ, കഴിഞ്ഞ മണിക്കൂറിലൊക്കെ കലുഷിതമായിരുന്നു അവിടെയുള്ള സ്ഥിതിഗതികൾ. വലിയ രീതിയിൽ പ്രവർത്തകർ ആസ്ഥാനത്തിനകത്തേക്ക് തള്ളിക്കയറുകയും PC-യുടെ ചേംബറിനടുത്തേക്ക് വരെ അവർ എത്തുകയും ചെയ്തു. അവരെ എല്ലാം പിന്നീട് പോലീസിന് ബലം പ്രയോഗിച്ച് തൂക്കിയെടുത്തൊക്കെ പുറത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് അവിടെ നിന്ന് ബസ്സിൽ പുറത്തേക്ക് മാറ്റേണ്ടി വരികയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ആ ഒരു കലുഷിതമായ ഒരു സ്ഥിതിക്ക് എന്തായാലും ഇപ്പോൾ മാറ്റം വന്നിട്ടില്ലേ? ചെറിയ രീതിയിൽ ആ ഒരു കലുഷിതമായ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ, SFIയുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ചെറിയ രീതിയിൽ ഇവിടുത്തെ ഒരു കലുഷിത അന്തരീക്ഷത്തിൽ ഒരു മാറ്റമുണ്ട്. പക്ഷേ എങ്കിൽ പോലും SFIയുടെ പ്രവർത്തകർ ഇവിടെ പലയിടങ്ങളിലുമായി കൂടിച്ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും SFIയുടെ ആസ്ഥാനത്ത് അവർ കുത്തിയിരുന്ന് അവർ സമരം തുടരുമെന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയില്ല. ഈ ഗവർണർക്കും വൈസ് ചാൻസലർക്കുമെതിരെയുള്ള അവരുടെ ഈ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയുള്ള ഈ തിട്ടൂരത്തെ കേരള സർവകലാശാല ആസ്ഥാനത്തെ സംഘർഷത്തിന് ഒരൽപ്പം അയവ് വന്നിട്ടുണ്ട്. ആസ്ഥാനത്തിനകത്ത് തള്ളിക്കയറിയ SFI പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ മുന്നിൽ ആ സ്റ്റെപ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. മുദ്രാവാക്യം വിളികളുമായി അവർ പ്രതിഷേധം തുടരുന്നുണ്ട്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.